ഹായ് ഫ്രണ്ട്സ്, എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അഗ്നി പരീക്ഷയിൽ ആദ്യം പുറത്താക്കേണ്ടത് രഞ്ജിനി ഹരിദാസിനെയാണ്. കാരണം ഇതാണ്. കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ജഡ്ജിയായിട്ട് ആദ്യം പുറത്താക്കേണ്ടത് ജഡ്ജിമാരെയിൽ ആദ്യം പുറത്താക്കേണ്ടത് രഞ്ജിനി ഹരിദാസിനെ. എന്താന്നല്ലേ, രഞ്ജിനിയുടെ ഈഗോ, അഹങ്കാരം ഒക്കെയാണ് കാരണം. പല മത്സരാർത്ഥികളെയും രഞ്ജിനിയുടെ ഈഗോ കാരണം, ഇപ്പം റിയാസിനും അഖിൽമാരാർക്കും ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികളെ പേര് ഞാൻ പറയുന്നില്ല, രഞ്ജിനിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഔട്ടായ ഒത്തിരി പേരുണ്ട്. നിരവധി മത്സരാർത്ഥികൾ, ഒന്നും രണ്ടുമല്ല, നിരവധി മത്സരാർത്ഥികളുണ്ട്. രഞ്ജിനി പറയുന്നത് കേട്ടോണം. രഞ്ജിനിക്കെതിരായിട്ട് ഒന്നും സംസാരിക്കാൻ മേല. രഞ്ജിനി പണ്ടും ആരെയും പോകാത്ത ക്യാരക്ടറാണ്. എന്നിട്ട് പലരെ ഉപദേശിക്കുക. രഞ്ജിനി എങ്ങനെയാണോ അതുപോലെ തന്നെ പല ആളുകളും അങ്ങനെ ക്യാരക്ടറുള്ളവരുണ്ട്. രഞ്ജിനിയുടെ സെയിം ക്യാരക്ടറുള്ള മത്സരാർത്ഥികൾ അവിടെ വന്നിട്ടുണ്ട്. അവരോട് വരെ രഞ്ജിനി ഉപദേശിക്കുവാണ്. ഇപ്പൊ രഞ്ജിനിക്ക് വേണ്ടി അവിടെ പോയി ചുമ്മാ നിൽക്കാനല്ലല്ലോ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ. രഞ്ജിനി ആദ്യം നന്നായിട്ട് രഞ്ജിനി മറ്റുള്ളവരെ ഇത് ചെയ്തു, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഈ രഞ്ജിനി ഹരിദാസിനെ ആദ്യം പുറത്താക്കുകയാണ് വേണ്ടത്. രഞ്ജിനിയുടെ ഈഗോ കാരണമാണ് അവിടെ ഉള്ള മിക്ക മത്സരാർത്ഥികളും ഔട്ടായി പോകുന്നത്. റിയാസ്, ഞാൻ ആദ്യം ഓർത്തത് റിയാസ് ആയിരിക്കും ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത്, അല്ലെ റിയാസ് കാരണം പല ആളുകളും ഇതാണ്. പക്ഷെ റിയാസൊക്കെ വലിയ കുഴപ്പമില്ല, അഖിൽമാരും വലിയ കുഴപ്പമില്ല. പക്ഷെ രഞ്ജിനിയുടെ ഈഗോ കാരണം പല നല്ല മത്സരാർത്ഥികളും അതിൽ നിന്ന് ഔട്ടായി. ആദ്യം പുറത്താക്കേണ്ട ജഡ്ജിയായ രഞ്ജിനിനെയാണ്. ഈ രഞ്ജിനിനെ, അഖിലിനെയും റിയാസിനെ വെച്ചപ്പോൾ തന്നെ ഞാൻ വേടിയിട്ടതാണ്. ഇവരെ കൊണ്ട്, മൂന്നുപേരെ കൊണ്ട് പറ്റാത്ത പരിപാടിയാണ്. എത്രയോ നല്ല മത്സരാർത്ഥികൾ ഇവരുടെ അഹങ്കാരവും ഈഗോയും കാരണം പുറത്തായിട്ടുണ്ട്. ഈ രഞ്ജിനിയുടെ, ഞാൻ ഒന്ന് രണ്ട് മത്സരാർത്ഥി പേര് വന്നു, രഞ്ജിനിയുടെ വെറും ഈഗോ കാരണം മറ്റു രണ്ട് ജഡ്ജിമാരും ഇന്നാക്കാം എന്ന് പറഞ്ഞവരെ പോലും രഞ്ജിനി തെറ്റിദ്ധരിപ്പിച്ച് വേണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, രഞ്ജിനിക്ക് അഹങ്കാരവും ദേഷ്യം, ഈഗോ, കോംപ്ലക്സ് എല്ലാം ഒരു ഇതാണ്. പുള്ളിക്കാരി എന്തോ വലിയ ഇതാന്ന് പറഞ്ഞാണ് പുള്ളിക്കാരി നടക്കുന്നത്. ആ ഓട്ടെ, അതൊക്കെ എവിടെയാണ് നിന്നോട്ടെ, അതൊന്നും നമ്മളറിയേണ്ട ആവശ്യമില്ല. പക്ഷേ വരുന്ന നല്ല മത്സരാർത്ഥി കഴിവുള്ളവരാണെങ്കിൽ അവരെ ഇന്നാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പേഴ്സണൽ ഇത് വെച്ചും ഞാൻ വലിയ ഇതാണ്, അല്ല എനിക്കെതിരെ വല്ല പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയേണ്ട ഒരാവശ്യവും ഇല്ല. ഹൈക്കോടതി ജഡ്ജിയൊന്നും അല്ലല്ലോ ഇവള്. ഈ ബിഗ് ബോസിലെ ഒരു അഗ്നി പരീക്ഷയ്ക്ക് ഇത് ഈ സെലക്ട് ചെയ്യുന്നുണ്ട്, ഇച്ചിരി തൻ്റെ ഇടമുള്ളതുകൊണ്ട് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കും, അത്രയേ ഉള്ളൂ. നല്ല, എനിക്ക് വേറെ നല്ല ഈഗോ കാരണം, ഇവിടെ ഈഗോ കാരണം തന്നെയാണ് പല മത്സരാർത്ഥികൾക്കും ആദ്യം പുറത്താക്കേണ്ട ഇവിടെയാണ്, വേറെ ആരെയും സംശയമില്ല. അപ്പോൾ നിങ്ങൾ, ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ, നിങ്ങളൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും. താങ്ക് യു, ബൈ ബൈ.